ശ്രീ സാർ നമസ്കാരം. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വഖഫിന്റെ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ മാർച്ചിൽ തന്നെ ബില്ല് പാസ്സാക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്. ഇപ്പോൾ മുനമ്പം വിഷയമൊക്കെയായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നിരവധി കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളുണ്ട്. കർണാടകയിലെ ചില മഠങ്ങൾ ഉൾപ്പെടെ ഈ വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മുനമ്പത്ത് ആളുകളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പല പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരും ഈ ശക്തമായി വഖഫ് ബില്ലിനെ എതിർക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വഖഫ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ BJP പറഞ്ഞ വാക്ക് പാലിക്കുന്നു, അങ്ങനെ തന്നെ കരുതേണ്ടതാണ്. നമസ്കാരം പാർത്ഥൻ. നിശ്ചയമായും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഖഫ് നിയമം എന്ന് പറയുന്നത് പരിഷ്കരിക്കേണ്ടത് ഈ മുസ്ലിങ്ങളുടെ മാത്രമല്ല മറ്റുള്ള ആൾക്കാരുടെയും പൊതു താല്പര്യത്തിലേക്കാണ് എന്നുള്ള ഒരു വാദമാണ് പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്. ഇപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാം, ഈ നിയമം പരിഷ്കരിക്കുന്നത് കൊണ്ട്, പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത് കൊണ്ട് അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഗുണമായി മാറുന്നത്, അല്ലെങ്കിൽ വഖഫിനെ തന്നെ, വഖഫ് ബോർഡിനെ തന്നെ അത് ശാക്തീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, വലിയ അളവിൽ ഭൂമി, സ്വത്ത് വഖഫിൻ്റെ പേരിലുണ്ട് എങ്കിൽ പോലും പലപ്പോഴും അതിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടുന്ന ആദായം, കിട്ടേണ്ടുന്ന രീതിയിലത്തേക്കുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. പലപ്പോഴും അത് കൃത്യമായ രീതിയിലത്തേക്കുള്ള ഒരു മോണിറ്ററിംഗ് ഒന്നുമില്ലാതെ, കൃത്യമായി ആൾക്കാർ ഇതിൻ്റെ നിയന്ത്രണങ്ങളൊന്നും തന്നെ ശരിയായ രീതിയിലത്തേക്ക് നടത്താതെ പലരും അതിൽ നിന്ന് കിട്ടേണ്ടുന്ന എത്ര വരുമാനമുണ്ടോ, എത്ര ആദായമുണ്ടോ അത് റിയലൈസ് ചെയ്യാതെ പോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും, അത് റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതുമെല്ലാം തന്നെ ഈ ബില്ലിൻ്റെ ഭാഗമാണ്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തിരുന്നത് അതിൽ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ കമ്മിറ്റികളിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനെക്കുറിച്ചും, അത് അതുകൊണ്ട് തന്നെ മുസ്ലിം വിരുദ്ധമായി മാറുന്നു എന്നതിനെക്കുറിച്ചും, ഈ നിയമത്തിനെ മോശമായ രീതിയിലത്തേക്ക് ചിത്രീകരിച്ച് മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങളെ കവർന്നെടുക്കുകയാണ് എന്നുമൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ വഖഫ് ഭൂമിയിൽ നിന്നുള്ള ആദായം എങ്ങനെയാണ് അവർക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. മുത്തവലി പോലെയുള്ള ആൾക്കാരുടെ അക്കൗണ്ടബിലിറ്റി അതിൽ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വലിയ പ്രശ്നമുണ്ട്. ലീഗലായിട്ട് പോകേണ്ടിയിരുന്ന ഡിസ്പ്യൂട്ട്, സിവിൽ തർക്കമാകേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് സിവിൽ കോടതികളെ സമീപിക്കാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്ക് ഏകപക്ഷീയമാക്കിക്കൊണ്ട് അത് വഖഫ് ട്രിബ്യൂണൽ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സിസ്റ്റം തന്നെ തീരുമാനിക്കുകയും അതിൽ പോലും അംഗത്വമുള്ള ഒരാൾ മതപണ്ഡിതനായി മാറുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ പരിഷ്കരിക്കുക, അതുവഴി കൂടുതലായിട്ടുള്ള ഒരു സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക, ഇതര മതവിഭാഗങ്ങൾക്ക് പോലും അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ക്ലെയിം ഉണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വഖഫ് ട്രിബ്യൂണലിൽ പോകുമ്പോൾ തന്നെ കൂടുതൽ നീതി അവർക്ക് ഉറപ്പുവരുത്തുക, അതല്ല എങ്കിൽ സിവിൽ കോടതികളിലേക്ക് പോകുന്ന സമയത്ത് നീതി ഉറപ്പുവരുത്തുക തുടങ്ങിയ രീതിയിലത്തേക്ക് ഇതിൻ്റെ എല്ലാ കടമ്പിടുത്തങ്ങളെയും മാറ്റി കൂടുതൽ ജനകീയമാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമമാണ്. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവുക കേരളത്തിലായിരിക്കാം. കാരണം കേരളത്തിൽ ഭരിക്കുന്നത് ഒരു BJP ഇതര സർക്കാരാണ്. ഇവിടെ മുഖ്യ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നതും ഒരു BJP ഇതര പാർട്ടിയാണ്, മുന്നണിയാണ്. അപ്പോൾ ഈ രണ്ടാൾക്കാർക്കും വഖഫ് നിയമം എന്ന് പറയുന്നതിനെ പരിഷ്കരിക്കുന്നതിനോട് താല്പര്യമില്ല എന്നത് നമുക്കറിയാം. അപ്പോൾ അത് അവർ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഭയിൽ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നതിനുൾപ്പെടെയുള്ള നടപടികൾക്ക് അവർ പോയിട്ടുമുണ്ട്. പക്ഷെ ആ സമയത്താണ് ഇവർക്ക് മുനമ്പം ഒരു തിരിച്ചടിയാകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ വലിയൊരു ഭൂമിയിലേക്ക്, ഏതാണ്ട് 400 ഏക്കറിലധികമുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാർ, 610 കുടുംബങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവനത്തിനെ തന്നെ വളരെ സാരമായി ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ നിയമം കൊണ്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇന്ന് കേരളത്തിൽ എല്ലാവരും ബോധ്യവാന്മാരാണ്. ഇതേപോലെ തന്നെയുള്ള മറ്റ് വിഷയങ്ങൾ കേരളത്തിലെ ഇതര സ്ഥലങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി പോലും ആൾക്കാർ ആരായുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക്, അതായത് കേന്ദ്രത്തിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കേരളത്തിലെ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവിടെ പോയി ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ നയമെടുക്കുന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ നയത്തിനോട് ചേർന്ന് പോകാൻ കഴിയില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതിച്ഛായ രണ്ട് പാർട്ടികൾക്കും ഉണ്ടാകും എന്നതിനെ അവർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. കാരണം അതിന് മന്ത്രിസഭാ യോഗം അനുവാദം നൽകുന്നു, അത് അവതരിപ്പിക്കപ്പെടുന്നു, അത് നിയമമായിട്ട് പാസ്സാക്കുന്ന സമയത്ത് ഇവരൊക്കെ തന്നെ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് ഒരുപക്ഷെ ഇനി കാണേണ്ടിയിരിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലായിരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്.
പല കാരണങ്ങൾ കൊണ്ട്. കാരണം ഒന്ന്, ഈ വർഷം അവസാനത്തോടു കൂടി നമ്മുടെ നാട്ടിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 1.5 വർഷത്തിനകത്ത് നമ്മുടെ സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ ആ സമയത്തും ഇവരെടുക്കുന്ന നിലപാടുകൾ, ഇവരുടെ ഇരട്ടത്താപ്പ്, ഇതൊക്കെ തന്നെ എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. ഇനി അതല്ല, അവർ ഈ നിയമം ഒരുപക്ഷെ പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലത്തേക്ക് പുതിയൊരു സമീപനം അവർ സ്വീകരിക്കുകയാണെങ്കിൽ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഗതാർഹമായിരിക്കും. പക്ഷേ ആ പാർട്ടിയുടെ നമ്മൾ ഈ പറയത്തില്ലേ, ന്യൂനപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം, മുസ്ലിം വിരുദ്ധത ഇല്ലായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവരത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് കാണേണ്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പാർട്ടിക്കാരനെ എങ്ങനെ ന്യായീകരണങ്ങൾ ഇറക്കും എന്നുള്ളതാണ് കാണേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുനമ്പത്ത് ഭൂരിഭാഗം ആളുകളും ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കെ ഏറ്റവും കൂടുതൽ ക്രിസ്തീയമായിട്ടുള്ള ആളുകൾ ഉള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ VD സതീശനൊക്കെ അവിടെ പോയിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നൊക്കെ പറയുകയും ഹൈബിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടും ഈ ലോക്സഭയിൽ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ മാണി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു, നേതാവിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ മാണി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നേതാവ് വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ അംഗീകരിക്കുന്നു, ഈ വഖഫ് ബില്ല് വേണ്ടത് തന്നെയാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ അടുത്ത ദിവസം അദ്ദേഹം തിരുത്തുകയും ചെയ്തു. അത് ഒരു പക്ഷേ CPM-ന്റെ ഒരു പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കാം എന്നാണ് നമ്മൾ കരുതേണ്ടത്. എങ്കിൽ പോലും ഈ മാണി കോൺഗ്രസിന്റെ ഉള്ളിലൊക്കെ ഒരു വലിയ വികാരം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് വഖഫ് ബില്ല് കേരളത്തിലൊരു ചെറിയ മീനായിരിക്കില്ല എന്ന് തന്നെയല്ലേ അതൊക്കെ സൂചിപ്പിക്കുന്നത്? വലിയ രീതിയിലത്തേക്കുള്ള ഒരു ആശയക്കുഴപ്പം ഈ പ്രതിപക്ഷ നിരയിൽ, ഞാൻ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം എന്ന അർത്ഥത്തിലല്ല, കേന്ദ്രത്തിലെ പ്രതിപക്ഷം. അപ്പോൾ അതുകൊണ്ട് CPM-ഉം കോൺഗ്രസും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ ഇടയിൽ വലിയ രീതിയിലത്തേക്കുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ആ ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളെ വലിയ രീതിയിലത്തേക്ക് സാരമായിട്ട് ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കേവലം ഏതെങ്കിലും ഒരു ഇല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി, അല്ലെങ്കിൽ പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ് ഒരു നിഴൽ യുദ്ധം നടത്തുന്ന രീതിയിലത്തേക്ക് പല നയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മുനമ്പമാണ്. ഇനി മുനമ്പം എന്ന് പറയുന്നത് ഒരു 600-ലധികം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് എങ്കിൽ, അതേപോലെ അല്ലാത്ത എന്നാൽ വഖഫിന്റെ നോട്ടീസ് കിട്ടിയിരിക്കുന്ന നിരവധി ഭൂമികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഭൂമി പോലും ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ പൊതുജനത്തിനോടൊപ്പം, അല്ലെങ്കിൽ അവശ്യ വിഭാഗത്തിനോടൊപ്പം, അല്ലെങ്കിൽ അനീതിക്ക് പാത്രമായിരിക്കുന്ന വിഭാഗത്തിനോടൊപ്പം നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ചോദ്യം ഈ പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യ സഖ്യത്തിലുള്ള കക്ഷികളെല്ലാം നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത. രണ്ട്, ഈ ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർത്ഥൻ ഇപ്പോൾ ശരിയായി പറഞ്ഞതുപോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സാമുദായികമായിട്ടുള്ള അടിത്തറയുണ്ട്. അതാണ് അവരുടെ ഏറ്റവും കോറായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടായിരിക്കാം, മറ്റു പല വിഭാഗങ്ങൾക്കും ഉണ്ടായിരിക്കാം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പരമ്പരാഗതമായിട്ട് കോൺഗ്രസ്സുകാർ കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്, ക്രിസ്ത്യാനികൾ കൂടുതലായിട്ട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, സാമുദായികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സമുദായത്തിന് തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഒരു ആഭിമുഖ്യം പുലർത്തുകയും എന്നാൽ ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വലിയ രീതിയിലത്തേക്കുള്ള സാമൂഹ്യ അനീതി നേരിടുകയും ആ വിഷയത്തിൽ ഈ പാർട്ടി അവരെ സംരക്ഷിക്കുന്നതിന് പകരം ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിലപാടെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ സാരമായിട്ട് അവരെ ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഒരു പക്ഷേ അതാണ് ഈ പാർട്ടികളെല്ലാം തന്നെ ഭയപ്പെടുന്നത്. കോൺഗ്രസ് ആയിക്കോട്ടെ, അത് കേരള കോൺഗ്രസ് മാണി ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ അതാണ് ഭയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കേരള കോൺഗ്രസ് മാണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടുന്ന പല നേതാക്കന്മാരുണ്ട്. അതിൽ പല ആൾക്കാരും പറയുന്നില്ല. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ്, അല്ലെങ്കിൽ ജോസ് കെ മാണി ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റിയോടുകൂടി ഒരു സമീപനം പറയണം. ഇതാണ് പാർട്ടിയുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന് പറയണം. അതിൻ്റെ പേരിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അത് മുന്നണിയിൽ അടക്കം പരിഹരിക്കപ്പെടുന്നതിനും പാർട്ടിയുടെ നിലപാടുകൾ തെറ്റെങ്കിൽ അത് തിരുത്തേണ്ടെന്ന ആവശ്യകതയുണ്ട് എന്ന് ബോധ്യമാവുകയാണെങ്കിൽ തിരുത്തുകയും ചെയ്യണം. അതിലൊന്നും തന്നെ തെറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, ശബരിമല വിഷയം ഇവിടെ വലിയൊരു വിഭാഗം ആൾക്കാരെ സാരമായി ബാധിച്ച ഒരു വിഷയമാണ്. ആ വിഷയം വന്നിരുന്ന സമയത്ത് എന്തായിരുന്നു, കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ ആദ്യത്തെ നിലപാട് വേറെയായിരുന്നു.
പക്ഷേ പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവരെല്ലാവരും തന്നെ അവരുടെ അഭിപ്രായം മാറ്റി. CPM മാത്രമാണ് മാറ്റാതിരുന്നത്. അതിൻ്റെ ദുരവസ്ഥ അവരനുഭവിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് അന്നുണ്ടായിരുന്ന കോൺഗ്രസിനടക്കമുള്ള ആൾക്കാർക്ക് പിന്നീട് പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിനോടൊപ്പമല്ല തങ്ങൾ എന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് നിലപാട് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിലപാട് മാറ്റുന്നതിനും ഈ ഒരു ഭേദഗതി എന്ന് പറയുന്നത് അത്യാവശ്യമാണ് എന്ന് പറയുന്നതിനും ഇവർക്ക് സാധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് സംരക്ഷണം ഒരുക്കുക, അല്ലെങ്കിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക, സിവിൽ കോടതികളെ അഭയം പ്രാപിക്കുന്നതിനുള്ള അവസരം ഒരുക്കുക, ഇതിനോടൊക്കെ തന്നെ ഇവർക്ക് വ്യത്യാസം, ഈ വിരുദ്ധ അഭിപ്രായം ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മുസ്ലിം ഇതര സമുദായങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരിക എന്ന് പറയുന്നതിനെ കൂടി ആ സമയത്ത് ഇവർ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇവരുടെ പിന്തുണ സാരമായി കുറയ്ക്കും എന്നുള്ളൊരു ചിന്തയുണ്ടാകും. പക്ഷെ അപ്പോഴും ഉണ്ടാകുന്ന വേറൊരു ഗുണമുണ്ട്. അതായത് ഈ രണ്ട് പാർട്ടികളും അതിനെ അനുകൂലിക്കുകയാണ് എങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? എന്തായാലും അവർ BJPക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ സപ്പോർട്ട് ചെയ്യാത്ത പാർട്ടിയിലേക്ക് ഒരു സംഘടിത വോട്ട് ബാങ്ക് സ്വഭാവമുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് പോയേക്കാം എന്നുള്ള ഒരു ചിന്ത ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതും മുനമ്പത്ത് ചെല്ലുമ്പോൾ ഒരു നിലപാടും മുനമ്പത്തിന്റെ അതിർത്തി കഴിയുന്ന സമയത്ത് മറ്റൊരു നിലപാടും എടുക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ, ഈ വാളയാറിന്റെ ചുരം കഴിഞ്ഞാൽ ഒന്നിച്ചു നിൽക്കുന്ന മുന്നണികൾ പല കാര്യങ്ങളിലും ഒരു ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പല സാമൂഹിക വിഷയങ്ങളെയും നോക്കിക്കാണാൻ പ്രബുദ്ധ പാർട്ടികൾ എന്ന് പറയപ്പെടുന്ന പല പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് ഏറെ നിരാശാജനകമായി നമുക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.